തോക്കുകൾ കഥ പറയുന്നു. നവജീവൻ ഫിലിംസിൻ്റെ ബാനറിൽ എം.ഒ. ജോസഫ് നിർമ്മിച്ച ചിത്രമാണ് തോക്കുകൾ കഥ പറയുന്നു. 1968 ഏപ്രിൽ 10 ഈ ചിത്രം പ്രദർശനം തുടങ്ങിയത്. കഥ, തിരക്കഥാ സംഭാഷണം തോപ്പിൽ ഭാസി, ഗാനരചന വയലാർ, സംഗീതം ജി ദേവരാജൻ, പാടിയവർ യേശുദാസ്, പി ജയചന്ദ്രൻ, പി സുശീല. പാരിജാതം തിരുമിഴി തുറന്നു, പൂവും പ്രസാദവും, പ്രേമിച്ച് പ്രേമിച്ച് നിന്നെ ഞാനൊരു എന്നീ ഗാനങ്ങൾ ഹിറ്റായി. അഭിനയിച്ചവരും കഥാപാത്രങ്ങളും: സത്യൻ വാച്ച്മാൻ, നസീർ കുഞ്ഞനിയൻ, ഷീല രമ, ഉമ്മർ രമയുടെ സഹോദരൻ, ജയഭാരതി വേലക്കാരി. കൂടാതെ മുതുകുളം നെല്ലിക്കോട് ഭാസ്കരൻ, മാള അരവിന്ദൻ, അമ്മിണി, ശാന്താദേവി എന്നിവരും വേഷമിട്ടു. ഛായാഗ്രഹണം മെല്ലി ഇറാനി. സംവിധാനം കെ.എസ്. സേതുമാധവൻ. ഒരു ക്രൈം ത്രില്ലർ സിനിമയായിരുന്നു തോക്കുകൾ കഥ പറയുന്നു എന്ന ചലച്ചിത്രം. ധനിക ദരിദ്ര പ്രണയങ്ങളിലെ എതിർപ്പും പ്രതികാരവും ഇതിൽ പ്രമേയമായി. സാമ്പത്തിക അസമത്വം ബന്ധങ്ങൾക്ക് തടസ്സമാകുന്ന സാമൂഹ്യ വ്യവസ്ഥിതിയെ കൂടി വെളിപ്പെടുത്തുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ധനിക യുവതിയാണ് രമ. രമ സമ്പന്നയാണെന്ന് മാത്രമല്ല, സ്വന്തമായി എസ്റ്റേറ്റിന് ഉടമ കൂടിയാണ് അവൾ. ആ എസ്റ്റേറ്റിലെ വാച്ച്മാൻ സുമുഖനാണ്, കാര്യശേഷി ഉള്ളവനാണ്. ആ വാച്ച്മാനോട് രമയ്ക്ക് പ്രണയം തോന്നി. പ്രണയം തീവ്രമായി. ഒരു നാൾ രമയും വാച്ച്മാനും തമ്മിലുള്ള പ്രണയസല്ലാപം അവളുടെ സഹോദരൻ കാണാൻ ഇടവന്നു. അവനിതൊട്ട് സഹിക്കാനായില്ല. എങ്ങനെ സഹിക്കും? സമ്പന്നയായ തൻ്റെ സഹോദരി ഒരു വാച്ച്മാനോട്, അതും സ്വന്തം എസ്റ്റേറ്റിലെ വാച്ച്മാനോട് സല്ലപിക്കുന്നത് അഭിമാനക്ഷതം ഉണ്ടാക്കില്ലേ? ദേഷ്യം പൂണ്ട അവൻ വാച്ച്മാനെ തോക്കെടുത്ത് വെടിയുതിർത്തു. എന്നാൽ വെടിയേറ്റത് ഹതഭാഗ്യനായ വേലക്കാരനായിരുന്നു. സഹോദരനെതിരെ സാക്ഷി പറയാൻ സഹോദര സ്നേഹമുള്ള രമയ്ക്ക് കഴിയുന്നില്ല. പ്രതിയായി മാറുന്നത് അവളുടെ കാമുകനായ വാച്ച്മാനും. സാഹചര്യ തെളിവുകളാൽ പ്രതിയായ വാച്ച്മാൻ ജയിലിലായി. ഒരു നാൾ ശിക്ഷ കഴിഞ്ഞ് അയാൾ പുറത്തിറങ്ങി. എന്നാൽ അന്ന് അവർ ഒരുമിക്കുകയല്ല ഉണ്ടായത്. മറ്റൊരു ദുരന്തം അരങ്ങേറുകയായിരുന്നു. വീട്ടുവേലക്കാരിയുമായുള്ള കുഞ്ഞനിയൻ്റെ പ്രണയത്തെ എതിർത്ത് തോക്കു ചൂണ്ടിയ സഹോദരനെ രമ വെടിവെച്ച് വീഴ്ത്തി. കാമുകൻ ജയിലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ കാമുകി ജയിലിലേക്ക് യാത്രയായി.